തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള വാക്പോര് കടുക്കുകയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കെതിരെ വാക്പോര് പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രചാരണായുധമാക്കി കഴിഞ്ഞിരുന്നു. വി.എസ്. രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ഇന്നലെ മോദി പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിന് മറുപടിയായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വരികയാണ്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമായി മാറുകയാണോ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വിഷയം? ഉണ്ടായിട്ടുള്ളൊരു വാഷ് ഔട്ട് സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ്. 2019 കേരളത്തിൽ പൊതുവായ ഒരു വികാരം ഉണ്ടായിരുന്നു. BJP വിരുദ്ധ വികാരം പൂർണ്ണമായും UDF അനുകൂലമായി മാറിയത് അതുകൊണ്ടാണ്. അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും BJP സർക്കാരിന് ബദലായി അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായി. ഈ പ്രതീക്ഷ കൊണ്ടാണ് കേരളത്തിൽ 19 സീറ്റും UDF കിട്ടുകയും LDF ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നതും എന്നുള്ള കൃത്യമായ വിലയിരുത്തൽ LDF അതുകൊണ്ട് LDF ഇത്തവണ വിചാരിക്കുന്നത് കോൺഗ്രസിനെ പരമാവധി കടന്നാക്രമിക്കാനും BJPക്ക് ബദൽ കോൺഗ്രസ് അല്ല എന്നുള്ള ഒരു നരേഷൻ സൃഷ്ടിക്കുവാനും വേണ്ടിയാണ്. അതായത് കേരളത്തിലുള്ള BJP വിരുദ്ധ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്നുള്ളതാണ് പിണറായി വിജയനും LDFും ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയുള്ള ഒരു വിഭാഗം ആളുകൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയും കേരളത്തിൽ നിന്ന് വോട്ട് ചെയ്താൽ അത് LDFന് തിരിച്ചടിയാവും. അതുണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നരേന്ദ്രമോദിയോട് ഉപമിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ അതേ ശബ്ദമാണ് രാഹുൽ ഗാന്ധിക്ക് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു കാര്യം, ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയത്. ഈ ആരോപണം യഥാർത്ഥത്തിൽ നേരത്തെ BJP പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അമേഠിയിൽ നിന്ന് ഒളിച്ചോടി, ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടി രാഹുൽ ഗാന്ധി വയനാട്ടിൽ അഭയം പ്രാപിച്ചു എന്നുള്ളത് BJPയുടെ പ്രചാരണായുധമാണ്. ഇതേ വാക്കുകളാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഒരു രാജ്യത്തെ നയിക്കാൻ മാത്രം കരുത്ത് രാഹുൽ ഗാന്ധിക്കില്ല എന്നും രാഹുൽ ഗാന്ധി അപക്വമതിയായ രാഷ്ട്രീയക്കാരനാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ ഒരു വിമർശനങ്ങളുടെയൊക്കെ തുടക്കം കുറിച്ച് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധി 2 ദിവസം മുമ്പ് വയനാട്ടിൽ പ്രചാരണത്തിനെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ പറയുന്നില്ല, നരേന്ദ്രമോദി രാജ്യത്തെ എല്ലാ BJP ഇതര മുഖ്യമന്ത്രിമാരെയും ജയിലിലാക്കുമ്പോൾ പിണറായി വിജയനെ മാത്രം എന്തുകൊണ്ട് ജയിലിലാക്കുന്നില്ല എന്നൊരു പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടായി. അതിന് മറുപടിയായിട്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നടന്ന യോഗത്തിൽ, മഹാരാഷ്ട്രയിൽ BJPയുടെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുടെ വാക്കുകളെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. വി.എസ്. രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ മോദി പറഞ്ഞ അതേ വാചകങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. ഒളിച്ചോടിയാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയത്.